യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ലേണിംഗ് സെൻ്ററുകൾ, ആഗോള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാകണം എന്നുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ തിരിച്ചറിയുന്നത് ഇവിടെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കുമ്പോഴാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഭാഷക്കാരായ, വ്യത്യസ്ത ഫീൽഡുകളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ഇൻ്റലക്ച്വൽ സ്റ്റുഡൻസുകൾ വന്ന് അവർ ഈ യൂണിവേഴ്സിറ്റിയിൽ നോളജ് പ്രൊഡക്ഷൻ നടത്തിയാണ്. ഇവിടുത്തെ ഈ കൊല്ലത്തിലുള്ളൊരു ക്വാളിറ്റി എഡ്യൂക്കേഷന് നമ്മുടെ നാടുകളിൽ നിന്ന് ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇവിടെ വന്നവരൊക്കെ തിരിച്ചറിയുന്ന കാര്യമാണ്. ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടി ഒത്തിരി ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ലൊരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറി കൂടാതെ നമുക്ക് കണക്ടിവിറ്റി ഉണ്ട്. എല്ലാ ഹോസ്റ്റൽസിലും എല്ലാ റൂംസിലും നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഫിസിക്കൽ വെൽബീയിങ്ങിനാണെങ്കിൽ സ്പോർട്സ് ഫെസിലിറ്റീസ്, യോഗ, ജിം, അങ്ങനെ നമുക്ക് എല്ലാ രീതിയിലും ആഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. മലബാറിലെ മലപ്പുറം, കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ നിന്ന് HU പോലുള്ള നിരവധി ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഞാനടക്കമുള്ള നിരവധി മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇത് എന്ന് പറയുകയാണെങ്കിൽ കാലങ്ങളിലായി കേരളത്തിലെ മുസ്ലിം സ്ത്രീ വിദ്യാഭ്യാസത്തിലും അവരുടെ രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധാനത്തിലൊക്കെ വന്ന മാറ്റങ്ങളുടെ ഒരു കനത്ത സൂചന കൂടിയാണ്. It's like for all Dalits and Adivasis and minorities, this campus is very friendly. And this is a like intellectual hub, so vibrant for the nation, and I'm feeling comfortable with these people. തന്നെ സാധാരണ ടെക്നോളജി നാട്ടിലെ സ്ഥിരം ട്രെൻഡുകളായ എഞ്ചിനീയറിംഗ്, മെഡിസിൻ എന്നതിനപ്പുറം ഇവിടെയുള്ള ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളെ തിരിച്ചറിയാനും അവരുടെ സാധ്യതകൾ കണ്ടെത്താനും കൂടി ഉള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രസക്തമായ ഭാഗം കൂടിയാണ്. So I joined MBA Healthcare and Hospital Management, and there is a 2 years course. So during these 2 years of course, I found that, and I got approved that this university is one of the best university in terms of all programs, facilities they provide, and the people from various parts of country. And during my 2 years of studies, I enjoy a lot, and I joined the university football team. Then after 1 year I became the university football captain, and I got opportunity to join. എനിക്ക് ഇവിടെ ഏറ്റവും ആകർഷകമായി തോന്നിയത് ഇവിടുത്തെ ഒരു അക്കാദമിക് അറ്റ്മോസ്ഫിയറാണ്. എത്ര സമയം ആർക്കും എപ്പോഴും ഇരുന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യം ഈ യൂണിവേഴ്സിറ്റിയിലുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രായം കഴിഞ്ഞാലും പഠിക്കുമ്പോൾ ഇവരിപ്പോഴും പഠിക്കുകയാണോ, അല്ലെങ്കിൽ പിന്നെ ഒരു സമയത്തിരുന്ന് രാത്രി ഒരു 2 മണിക്കൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ഈ നേരത്തും പഠിക്കാൻ ഇവരെന്താ പഠിക്കണോ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ല. ഇവിടെ പഠിക്കുന്നവർക്ക് പഠിക്കാം, പഠിക്കാതിരിക്കുന്നവർക്ക് പഠിക്കാതിരിക്കാം, കളിക്കാം, അങ്ങനെ എല്ലാത്തിനുള്ള ഫെസിലിറ്റി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്ഥലത്തും ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ലാംഗ്വേജ്, കൾച്ചറൊക്കെ നമ്മളെ ഒത്തിരി അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കണം. ഈ വ്യത്യസ്ത ഫീൽഡുകളിലെ താല്പര്യക്കാരായ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ എന്തായാലും നമ്മുടെ വിഷയത്തിന് അപ്പുറം മറ്റു പല ഏരിയകൾ പരിചയപ്പെടാനും അതുമായി ചർച്ച ചെയ്യാനും അതിലൊക്കെ ഒന്ന് ഇടപെടാനും നമുക്ക് അവസരങ്ങൾ കിട്ടും. This has a very accommodating feature about it. It really makes you feel at home. I mean, especially the professors, the staff here, they're so helpful that you wouldn't really feel away from home. I've been here for quite some time and I really feel at home. I don't feel I'm away from home. That way it suits anybody. I mean, people from all parts of India, even people from outside India. I'm from Kashmir and I never thought of feeling at home at some other place except Kashmir. But then this place has really been good to me. It has treated me well.